കാസർഗോഡ് പെയ്വളികയിൽ നിന്നും 26 ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ 15-കാരിയെയും ഒളിച്ചോടിയതാകാം എന്ന് നിഗമനപ്പെടുത്തിയ അയൽവാസിയായ 42-കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 12-നായിരുന്നു വീട്ടിൽ സഹോദരിയോടൊപ്പം കിടന്നുറങ്ങിയ 15 വയസ്സുകാരിയെ കാണാനില്ല എന്നുള്ള പരാതിയുമായി വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. അന്നേ ദിവസം തന്നെയാണ് അയൽവാസിയായ 42 വയസ്സുള്ള പ്രദീപിനെയും കാണാതായതിനെക്കുറിച്ചുള്ള വിവരവും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ഒരുമിച്ച് പോയതാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. അങ്ങനെ ഇന്നലെയായിരുന്നു ഇവരുടെ ന്യൂസ് മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ പിന്നാലെ വന്ന മറ്റൊരു വാർത്തയാണ് ഇരുവരെയും വീടിനടുത്ത് 200 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വലിയ ദുരൂഹത തന്നെ നിലനിൽക്കുന്നത് എങ്ങനെയെന്നാൽ 26 ദിവസങ്ങൾക്ക് മുമ്പ് 15-കാരിയുമായി പോയ 42 വയസ്സുകാരനെയും ഈ പെൺകുട്ടിയെയും കണ്ടെത്തുവാൻ പോലീസ് ചികഞ്ഞ അന്വേഷണം നടത്തിയിട്ടും ഇവരുടെ ഒരു വിവരവും തന്നെ ശേഖരിക്കുവാൻ പോലീസിനായില്ല. പക്ഷേ വീടിൻ്റെ വെറും 200 മീറ്റർ അകലെ നിന്നാണ് ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് പോലീസ് ഊർജിത അന്വേഷണം നടത്തി വരികയായിരുന്നു. മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു. ഒടുവിലാണ് പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ വീടിനോട് ചേർന്ന ഗ്രൗണ്ടിൽ സമീപത്തുള്ള മരത്തിൽ ഇരുവരും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 15 വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ല എന്ന പരാതി ലഭിച്ചിട്ടും പോലീസ് ഇക്കാര്യം കാര്യത്തിലെടുത്തില്ല എന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട്. 42-കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയതാകാമെന്ന് വിഷയത്തെ സദാചാരവൽക്കരിച്ച് നിസ്സാരമായി കണ്ടതാണ് നിർഭാഗ്യകരമായ പര്യവസാനത്തിലേക്ക് വഴിവെച്ചെന്നാണ് വിമർശനം. 26 ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായിട്ടും ഇതുവരെ കണ്ടെത്താനാകാത്ത ഇവരുടെ ചിത്രങ്ങളും വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. അതും വീടിൻ്റെ 200 മീറ്റർ മാത്രം അകലെയുള്ള ഗ്രൗണ്ടിൽ നിന്നും. ഇത് കണ്ടെത്താൻ 26 ദിവസത്തോളം അന്വേഷണം നടത്താൻ കേരള പോലീസിന് വേണ്ടി വന്നു എന്നുള്ളതും ദൗർഭാഗ്യകരമെന്നും പോലീസ് ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇരുവരെയും ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാമായിരുന്നുവെന്നാണ് പോലീസിന് നേരെ ഉയർന്നുവരുന്ന മറ്റു വിമർശനങ്ങൾ. സംഭവിച്ചതെന്തെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. വെറും 15 വയസ്സുകാരിയാണ് 42 വയസ്സുകാരൻ്റെ കൂടെ പോയതെന്നുള്ളത് വിശ്വസിക്കാനും കഴിയാത്ത കാര്യം തന്നെ. പക്ഷേ 26 ദിവസങ്ങളാണ് കാണാമറയത്ത് ഇവർ കഴിച്ചു കൂട്ടിയത്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിലും ദുരൂഹത ഏറെയാണ് നൽകുന്നത്. ആരെങ്കിലും ഇവരെ സഹായിക്കുകയില്ലാതെ എങ്ങനെയാണ് തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഇവർക്ക് 26 ദിവസവും കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞത്? ഈ വാർത്തയുമായി പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇന്നലെയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകളെ ഫെബ്രുവരി 12 മുതൽ കാണാനില്ല എന്നും അടുത്തുള്ള അയൽവാസിയെയും അന്നേ ദിവസം മുതൽ കാണാനില്ല എന്നുള്ള പരാതിയുമായി രംഗത്ത് വന്നത്.